അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. അമ്മയെ അറിയാൻ അവസരമൊരുക്കി എനിക്ക് തന്നതിനാണ് ഈ നന്ദി രേഖപ്പെടുത്തുന്നത്. എൻ്റെ പേര് വിജയ. മൂക്കന്നൂർ അങ്കമാലി അടുത്താണ് വീട്. എനിക്ക് ഇവിടെ ആദ്യമായിട്ട് സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ അമ്മയെ അറിയുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് വയ്യാതെ ഞാൻ അങ്കമാലി LF ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ വെച്ച് ഡോക്ടർ സ്കാൻ ചെയ്തു, CT സ്കാൻ ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു അസുഖം മാറിയാണ്, തൊണ്ടയിൽ ക്യാൻസർ എന്ന അസുഖമാണ് എന്ന് പറഞ്ഞു. മൂന്നാമത് സർജനെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു CT സ്കാൻ ഒന്നും കൂടെ ചെയ്യണം, ഇതിൻ്റെ സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഡേറ്റ് തീരുമാനിച്ചു. സൈസ് അറിയാൻ വേണ്ടി ഓപ്പറേഷൻ എന്നെ വീണ്ടും സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി. അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറിയിരിക്കുമ്പോൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ എൻ്റെ മടിയിലൊരു പത്രം, വീൽചെയറിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മടിയിലൊരു പത്രം വന്ന് ഇരിപ്പുണ്ട്. ആര് തന്നതാണെന്നൊന്നും എനിക്കറിയില്ല, എൻ്റെ കൂടെ ഉണ്ടായവർക്കും അറിയില്ല. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പത്രം എടുത്തൊന്ന് നിവർത്തി നോക്കി. അപ്പോൾ അമ്മയുടെ ഒരു രൂപം മാത്രമേ എൻ്റെ മനസ്സിൽ കാണുന്നുള്ളൂ, വേറെ ഒന്നും വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഞങ്ങളുടെ കുടുംബം മൊത്തം തകർന്നിരിക്കുകയാണ് ഈ അസുഖം ആണെന്നറിഞ്ഞപ്പോൾ. അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ഒന്ന് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ അമ്മയുടെ രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഈ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു അസുഖമില്ല എന്നറിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ അമ്മയുടെ അടുത്ത് വന്നേക്കാം. അമ്മ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു അസുഖം എനിക്കില്ല എന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് എല്ലാം റൂമിലേക്ക് ഓടി വന്നു. ചേച്ചി, എന്താണ് ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ സംഭവിച്ചതെന്ന് ഡോക്ടർമാർക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ മാതാവ് മാറ്റി തന്നതാണ്, എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ചേച്ചി നാളെ ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, എന്നെ ഇപ്പോൾ തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ബില്ലൊക്കെ തീർത്ത് കഴിഞ്ഞപ്പോഴേക്കും 9:30 അപ്പം തന്നെ വീട്ടിൽ വന്നു, സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ഞങ്ങളവിടെ നിന്ന് വണ്ടി ഏൽപ്പിച്ചു, ഇവിടെ വന്നു. അപ്പോൾ 5:30 മുമ്പ് ഞങ്ങളിവിടെ എത്തി. അങ്ങനെ ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഇതിന് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഓരോരുത്തർ പറഞ്ഞു തന്നു. ഞാൻ അന്ന് വന്നു ഉടമ്പടി എടുത്തു. ഞങ്ങൾ വീട്ടിൽ നിന്ന് മക്കളും ഞാനും കൂടിയാണ് വന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഇത് എൻ്റെ ഒപ്പം എനിക്ക് 16 വയസ്സുള്ളപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായി. അപ്പോൾ എൻ്റെ ഒപ്പം ജോലി ഉണ്ടായ ഒരു ചേച്ചിയാണിത്. ഈ ചേച്ചിയുടെ വീട് കരയാമ്പറമ്പാണ്. മേരി എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിക്ക് കണ്ണിന് കാഴ്ചയില്ല. LFലൊക്കെ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയിട്ടും കാഴ്ച കിട്ടുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചീനെ കൊണ്ടുപോയി ചാലക്കുടി കൊണ്ടുപോയി ഒരു കണ്ണ് ഓപ്പറേഷൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു കാഴ്ച കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ഒരു കണ്ണേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയുടെ കണ്ണ് വരണം ഞാൻ ചാലക്കുടി കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി കൊണ്ടുവന്നു. രണ്ടാമത് അടുത്ത കണ്ണ് കൊണ്ടുപോയി തൃശ്ശൂർ ഓപ്പറേഷൻ ചെയ്തു. കാഴ്ച കിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയുടെ സ്വന്തം കാര്യം ചെയ്യാനായിട്ടുള്ളൊരു കാഴ്ച ആ ചേച്ചിക്ക് കൊടുത്താൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ആ ചേച്ചിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 കണ്ണിനും ചേച്ചിക്ക് കാഴ്ച കിട്ടി. അതാണ് രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ ഒരു സുഹൃത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. കാല് തുടയിൽ നിന്നൊക്കെ ഇറച്ചി ചെത്തി വെച്ച് മുറിവൊക്കെ ഉണക്കിയെങ്കിലും എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം ഈ കാല് പഴുക്കും. അത് മുറിവ് ഉണങ്ങാൻ 3-4 മാസം കഴിഞ്ഞാലും ഉണങ്ങില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ഈ ഉടമ്പടി തൈലങ്ങളെല്ലാം കൊടുക്കുകയും അങ്ങനെ ചെയ്ത് ആ മുറിവ് ഉണങ്ങി. ഇപ്പോൾ ആൾ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ പറഞ്ഞു അവർ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തൊക്കെ പോയി. എന്നാലും ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞേക്കണതാണ്. അതുകൊണ്ടാണ് മൂന്നാമത്തെ സാക്ഷ്യം. പിന്നെ നാലാമത് എൻ്റെ മകൻ, അവർക്ക് വിശ്വാസമില്ല. കാരണം ഞങ്ങളിങ്ങനെ അമ്പലവും അതൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും വിശ്വാസമില്ല. ഇവിടെ ഞാൻ എനിക്ക് സുഖമില്ലാതെ ഇപ്പോൾ അവനും കൂടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ല. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇവർ പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ കലഹങ്ങളായി.
പിന്നെ അത് ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് എത്തി. ഇവനാണെങ്കിൽ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കയറാൻ ഭയങ്കര പേടിയാണ്. പിന്നെ അവൻ ഈ പ്രശ്നം കൊണ്ട് തളർന്ന് വീണ് LF അഡ്മിറ്റാക്കി. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു, നീ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ കാര്യവും മാതാവ് നടത്തി തരുമെന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, അമ്മയ്ക്ക് വിശ്വാസമാണോ ഇത് അസുഖം മാറിയെന്ന് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാറണേ? അപ്പം ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യമൊക്കെ അമ്മ നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്കത് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ഡിസ്ചാർജ് ആക്കിയ അമ്മയുടെ അടുത്ത് ചെല്ലാമെന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അവനെ കൊണ്ട് പ്രാർത്ഥിച്ചു. ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളിവിടെ വന്നു. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി പോയി. പിറ്റേ ദിവസമാണ് അവന് കോടതിയിൽ ചെല്ലേണ്ട ദിവസമായിരുന്നു. എനിക്ക് ഉടമ്പടിയിൽ കിട്ടിയ കാശ് രൂപം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കയ്യിൽ പിടിച്ചോണ്ട് നിന്നോ, നിന്നോട് ചോദിക്കാനുള്ളതൊക്കെ മാതാവ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ കയറുമ്പോഴൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ കയറ്. അങ്ങനെ അവൻ ഈ കാശ് രൂപം കൈ പിടിച്ച് അവിടെ നിന്നിട്ട് ആകെ അവനോട് അവിടെ ചെന്നിട്ട് ചോദിച്ചത് പേരെന്താണ്, എന്താണ് ജോലി, ഇത്രയും കാര്യം മാത്രമേ അവനോട് ചോദിച്ചുള്ളൂ. അവരോട് പറഞ്ഞു ഒരു കൗൺസിലിംഗ് പോയി കൂടാൻ പറഞ്ഞു. അവരുടെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു ചോദിക്കുകയൊക്കെ ചെയ്തു. ഇവനോട് കൗൺസിലിങ്ങിന് പോകാൻ പറഞ്ഞ് ഇവർ രണ്ടുപേരും കൗൺസിലിങ്ങിന് പോയി. ഞാൻ പ്രാർത്ഥിച്ചു അവൻ്റെ കുടുംബജീവിതം തകരാതെ അവൾ നമ്മളുടെ വീട്ടിലേക്ക് വരണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് നടത്തി തന്നു. ഇപ്പോൾ സമാധാനമായി അവർ ജീവിക്കുന്നു. പിന്നെ അവർക്ക് പണിയൊന്നും ഇല്ലാതായപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ടൈലിൻ്റെ പണിയൊന്നും ഇല്ല, എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കണേ, എന്തെങ്കിലും ഒരു തൊഴിൽ നടത്താനായിട്ടൊരവസരം അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തരാൻ പറഞ്ഞു. അപ്പോൾ അതിനുള്ള കാശൊക്കെ കടമായാലും അതെല്ലാം നടത്തി കിട്ടി. ഇപ്പോൾ മീൻ കച്ചവടമൊക്കെ ആയിട്ട് പോകുന്നു. നല്ല രീതിയിലൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോണു. അപ്പോൾ ഇതിനെല്ലാം അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ കുടുംബത്തോട് അമ്മ മാതാവ് എന്നും ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പോണു. എനിക്ക് ഇനി വേറെ ഒരു കാര്യങ്ങളിലേക്കും പോകണ്ട, ഇവിടെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ തന്നെ എനിക്ക് വന്നാൽ മതി എന്നുള്ള തീരുമാനം ഞാൻ ഉറച്ച് ഇരിക്കുകയാണ്. പിന്നെ കൃപാസന മാതാവിന് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ കൊടുക്കുകയും അതുപോലെ തന്നെ എനിക്ക് സാധിക്കുന്ന വിധത്തിലുള്ള കാരുണ്യ പ്രവൃത്തികൾ, മാനസിക രോഗ ആസ്പത്രിയിൽ പോയി രോഗികൾക്കൊക്കെ ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയി അവർക്കും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പത്രം വിതരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് തരുന്ന തൈലങ്ങളെല്ലാവരും രോഗികൾക്കൊക്കെ കൊണ്ടുപോയി പരത്തി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിന് തിരുകുമാരനും ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പുറപ്പാട് 20:24 ഞാൻ